ഈ വീഡിയോ ശരിക്കും റഷ്യ ഉക്രൈനെ കുറിച്ചാണ് ഈ ഒരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. റഷ്യ ശരിക്കും പറഞ്ഞാൽ ഈ ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുത്തിട്ടുണ്ട്. അപ്പൊ ഈ വാർ ഏതുവരെ കൊണ്ടുപോവാം എന്നുള്ള നിലയിലുള്ള കൃത്യമായിട്ടുള്ള ഒരു പോയിന്റ് റഷ്യക്ക് മുന്നിൽ കണ്ടിട്ടുണ്ട്, പുടിൻ മുന്നിൽ കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അത് ശരിക്കും പറഞ്ഞാൽ റഷ്യ മാക്സിമം സ്ഥലം ഉക്രൈനിൽ കയറി പിടിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. കാരണം ട്രംപ് ജനുവരിയിൽ വരുമ്പോഴത്തേക്കും ഒരു സീസ് ഫയർ അല്ലെങ്കിൽ അഥവാ അവിടെ ഒരു വെടിനിർത്തൽ അല്ലെങ്കിൽ അവിടെ ഒരു സമാധാന കരാർ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ആ പോയിന്റിൽ റഷ്യ അപ്പർ ഹാൻഡിൽ നിൽക്കണം. ഏറ്റവും കൂടുതൽ സ്ഥലം ഉക്രൈന്റെ കയ്യേറി വെച്ചിരുന്നാൽ മാത്രമേ അതോടുകൂടി നിൽക്കും. അപ്പൊ അങ്ങനെ ആകുമ്പോഴത്തേക്കും ഒരു പിടിച്ച്, അതായത് കയ്യേറിയ ഭാഗങ്ങൾ റഷ്യയോടുകൂടി നിലനിർത്താനാണ് പുടിൻ ശ്രമിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഇപ്പൊ ഇത്രയും ന്യൂക്ലിയർ പോളിസിയൊക്കെ അമെൻഡ് ചെയ്തുകൊണ്ട്, അതായത് ലോങ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽസ് ഉപയോഗിച്ചാൽ തന്നെയും ന്യൂക്ലിയർ വെപ്പൺ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ അവരുടെ ബൈ ലോ ഒക്കെ അമെൻഡ് ചെയ്തുകൊണ്ടാണ് പുള്ളി റെഡിയായിരിക്കുന്നത്. അപ്പൊ അതുപോലെ ഒരുപാട് സംവിധാനങ്ങൾ അതിനുവേണ്ടി ഒരുക്കുന്നുണ്ട്. പിന്നെ ഈ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾ വരെ ഉപയോഗിക്കുന്ന രീതിയിൽ റഷ്യ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ശരിക്കും പറഞ്ഞാൽ നോർത്ത് കൊറിയയുടെ 14,000 സോൾജേഴ്സിനെ ഇറക്കിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. നോർത്ത് കൊറിയയിൽ നിന്നും 14,000 സോൾജേഴ്സ്, അത് മനസ്സിലാക്കണം. അതിൽ 11,000 പേര് ഫീൽഡിലുണ്ടെന്നാണ് പറയുന്നത്. 3,000 പേര് അതിന്റെ ബാക്ക് എൻഡിൽ വർക്ക് ചെയ്യുന്നതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ആ രീതിയിൽ അപ്പം റഷ്യക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ തയ്യാറായിട്ട് നോർത്ത് കൊറിയ എന്ന് പറഞ്ഞ ഒരു രാജ്യം കട്ടയ്ക്ക് കൂടെ നിൽക്കുകയാണ്. അപ്പൊ ഇതില് സെലൻസ്കി എന്ന് പറഞ്ഞ ഒരാൾ വ്യക്തിപരമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പുള്ളിക്ക് കോൺഫിഡൻസ് വളരെ കുറവാണ്. രണ്ടാമത്തെ കാര്യം, പുള്ളി ചെയ്യുന്ന കാര്യത്തിൽ ആക്യുറസി വളരെ കുറവാണ്. പിന്നെ ഒരുപാട് ഫിയർഫുൾ ആണ്. കാരണം ഒരുപാട് രാജ്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്താണ് നിൽക്കുന്നത്. ഈ ചുറ്റുമുള്ള യൂറോപ്യൻ രാജ്യങ്ങളും നാറ്റോ രാജ്യങ്ങളും അമേരിക്ക ഉൾപ്പെടെ രാജ്യങ്ങൾ ഇവരെ സപ്പോർട്ട് ചെയ്ത് ഇവർക്ക് ഫണ്ടും വെപ്പൺസും സപ്ലൈ ഒക്കെ കൊടുത്താൽ മാത്രമേ ഇവർക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. അപ്പൊ ഇതില് ലോയിഡ് ഓസ്റ്റിൻ അറിയാലോ, ഡിഫൻസ് സെക്രട്ടറി, പുള്ളി പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാല് ഇനി ഒരു 10-40 ദിവസം കൂടെ ഉള്ളൂ. പുള്ളി പറഞ്ഞിരിക്കുന്ന പറഞ്ഞാല് റഷ്യക്ക് ഈ വാർ ഒരു വിജയമാണെന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. 1000 ദിവസം അവർ പിന്നിട്ടിട്ടും നിശ്ചിത തോതിലുള്ള നീക്കങ്ങളൊന്നും അവരെ കൊണ്ട് നടത്താൻ പറ്റിയിട്ടില്ല. ഒരു അച്ചീവ്മെന്റും അവർക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് ലോയിഡ് ഓസ്റ്റിൻ പറഞ്ഞ് റഷ്യയെ പ്രൊവോക്ക് ചെയ്യുന്നതായിട്ടാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ആ രീതിയിൽ പ്രൊവോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന ഫീഡ്ബാക്ക് റഷ്യയുടെ സൈഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിക്രൂരമായിരിക്കും. കാരണം വ്ളാഡിമിർ പുടിൻ ഓൾറെഡി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഇത് ആക്രമിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്, കടന്നു കയറാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഫ്രണ്ട് ആൻഡ് ഫോഴ്സിനെ ഇറക്കി വിട്ട് ലാൻഡ് ക്യാപ്ചർ ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ലാൻഡ് കൈയടക്കാൻ, എത്രയും കൂടുതൽ ലാൻഡ് കൈയടക്കുന്നോ അത്രയും ദൂരം റഷ്യ കൈവശപ്പെടുത്താൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ റഷ്യക്ക് ഒരു ഡോമിനൻസ് ഇതിന്റെ പീസ് ട്രീറ്റി ഉണ്ടാകുന്ന സമയത്ത് അല്ലെങ്കിൽ വാർ നിർത്തുന്ന സമയത്ത് അവിടം വെച്ച് തന്നെ അവസാനിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും സ്ഥലം ഇവർക്ക് കൈക്കലാക്കാൻ പറ്റുന്നതാണ്. അതാണ് റഷ്യൻ പ്രസിഡന്റ് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്ത് പറയാനുള്ള കാര്യം വെച്ചാൽ ഈ ലോയിഡ് ഓസ്റ്റിൻ പറഞ്ഞിരിക്കുന്നത് ഒരു സൈഡിൽ റഷ്യക്ക് ഒരു ഡോമിനൻസും കിട്ടുന്നില്ല എന്ന് സംസാരിക്കുകയും അതേസമയം മറ്റൊരു സൈഡിൽ ഹിപ്പോക്രസി ഉപയോഗിക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഉക്രൈൻ ഒരിക്കലും ഒറ്റയ്ക്ക് നിന്ന് റഷ്യയെ നേരിടാൻ കഴിയില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു അവസ്ഥ. കാരണം US-ന്റെയും നാറ്റോ രാജ്യങ്ങളുടെയും സപ്പോർട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ ഉക്രൈൻ പരാജയപ്പെടും എന്നാണ് പറയാതെ പറഞ്ഞു വെക്കുന്നത്. അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ ഡയറക്റ്റ് സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്. അത് ശരിക്കും പറഞ്ഞാൽ പിന്നെ റഷ്യക്ക് ഒരു അച്ചീവ്മെന്റും കിട്ടുന്നില്ല എന്ന് പറയുന്നതിന് എന്ത് അർത്ഥമാണുള്ളതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. കാരണം ഇപ്പൊ ഇത്രയും രാജ്യങ്ങളോട് ചേർന്നിട്ടല്ലേ അവിടെ ഉക്രൈനെ നിലനിർത്തി പോകുന്നത്. അപ്പൊ ആ രീതിയിലാണ് അത് ചിന്തിക്കേണ്ടത്. പിന്നെ അടുത്ത് ലോയിഡ് ഓസ്റ്റിൻ പറഞ്ഞിരിക്കുന്ന ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുടിന്റെ ഒരു വാർ സ്ട്രാറ്റജി മനസ്സിലാക്കിക്കൊണ്ട് പുള്ളി പറഞ്ഞിരിക്കുന്നത് മൈൻ, അതായത് ഈ കണ്ണിവെടി എന്നൊക്കെ പറയും, ഈ ഒരു തറയിൽ കുഴിച്ചിട്ടിട്ട് നമ്മൾ ചവിട്ടുമ്പോഴത്തേക്ക് നമ്മൾ പഴയ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, ചവിട്ടി കഴിഞ്ഞാൽ പിന്നെ കാലെടുക്കാൻ പറ്റത്തില്ല, എടുത്തു കഴിഞ്ഞാൽ പൊട്ടും. ആ രീതിയിലുള്ള മൈൻസ് കൊണ്ടുവന്നിട്ട് ലാൻഡുകളിൽ പല സ്ഥലത്തും കുഴിച്ചിടാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പൊ അതായത് റഷ്യ അടിച്ചു കയറി വരുന്ന ഫ്രണ്ട് ലൈൻ ഫോഴ്സിന് എതിരെയാണ് ഇത് ഉപയോഗിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പൊ അത് ഏറ്റവും പെട്ടെന്ന് തന്നെ അതിന്റെ സപ്ലൈ ഉറപ്പുവരുത്തും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് സപ്ലൈ ഉറപ്പുവരുത്തി അത് അവിടെ ഉക്രൈന്റെ ഭാഗത്ത് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഈ റഷ്യൻ മിലിറ്ററിക്ക് കുറച്ച് മുന്നോട്ട് പോകുന്നത് കുറച്ച് ഡിലേ ചെയ്യപ്പെടും. മനസ്സിലായി? കാരണം ഇവർക്ക് പോകുന്ന സ്ഥലമല്ല ഇത്. ഇപ്പം ഈ ഒരു മെറ്റൽ ഡിറ്റക്ടർ വെച്ചിട്ട് ഈ ഒരു ഡിറ്റക്ടർ വെച്ച് ഇത് കണ്ടെത്തണമല്ലോ. അപ്പൊ അതിനുള്ള ടൈം ലൈൻ എടുക്കുന്നുണ്ട്. അപ്പൊ അതിനുവേണ്ടി ഒരു ഫോഴ്സിനെ അറേഞ്ച് ചെയ്യേണ്ടി വരും. അപ്പൊ ആ രീതിയിൽ ഇനിയിപ്പോ അതല്ലാന്നുണ്ടെങ്കിൽ വല്ലം റഡാർ സ്കാനിങ് മെറ്റീരിയൽ വല്ലം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉള്ള പുതിയ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് സ്കാൻ ചെയ്ത് കണ്ടെത്താൻ പറ്റുന്ന രീതിയിലുള്ള ടെക്നോളജി വല്ലതും റഷ്യയുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അവർക്ക് അത് കുറച്ചുകൂടെ സേഫ് ആയിട്ട് ഹാൻഡിൽ ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പൊ ഈ രീതിയിലാണ് വാർ മുന്നോട്ട് പോകുന്നത് റഷ്യയും ഉക്രൈനും തമ്മിൽ. ഇത് ശരിക്കും പറഞ്ഞാൽ ഇനി വരുന്ന 2 മാസം നല്ല രീതിയിലുള്ള അറ്റാക്കിംഗ് റഷ്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവും. ഉക്രൈൻ അത് ഏത് രീതിയിൽ അതിനെ മാനേജ് ചെയ്യാൻ പോകുന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത്. ഇതിനിടയ്ക്ക് സെലൻസ്കി പറഞ്ഞിരിക്കുന്നത് US-നെ അപ്രീഷിയേറ്റ് ചെയ്താണ് സംസാരിക്കുന്നത്. $270 മില്യൺ സഹായം ഉക്രൈനിന് വളരെ ഹെൽപ്ഫുൾ ആയി. അത് US ഇപ്പം തൽക്കാലം കൊടുത്ത ഒരു ഇടക്കാല ഫണ്ടാണ്, ഹെൽപ്ഫുൾ ആയി. അതേപോലെ ഒരുപാട് വെപ്പൺസ്, എമ്യൂണിഷൻസ്, പടക്കോപ്പുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഇനി ഒരു 1-1.5 മാസത്തേക്ക് ഉപയോഗിക്കാം, ഒരു മാസത്തേക്കെങ്കിലും ഉപയോഗിക്കാൻ പറ്റുന്ന അത്രയും രീതിയിലുള്ള വെപ്പൺസ് ആണെന്നുള്ള രീതിയിലുള്ള ഒരു ആശ്വാസം പുള്ളി പ്രകടിപ്പിച്ചിട്ടുണ്ട്.
പക്ഷെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഉക്രൈൻ അഭിമുഖീകരിക്കുന്ന പ്രശ്നം സോൾജേഴ്സ് ഇല്ല എന്നുള്ളതാണ്. ഉക്രൈനികൾക്ക് ഈ ഒരു ഉക്രൈൻ മിലിറ്ററിയിൽ പോയി ജോയിൻ ചെയ്ത് വർക്ക് ചെയ്യാൻ താല്പര്യമില്ല എന്നുള്ളതാണ്. അതിൽ താല്പര്യം വളരെ കുറഞ്ഞ ആൾക്കാരാണ് അതിനകത്തുള്ളത്. ഹൈ ലെവലിൽ നിൽക്കുന്ന ഫ്രണ്ട് ലൈനിൽ നിൽക്കുന്ന വാരിയേഴ്സ് ആണ് ഏറ്റവും കൂടുതൽ അതിനകത്ത് ഇൻവോൾവ്മെന്റ് ആയിട്ട് ഉള്ളത്. അതുപോലെ ഇവർക്ക് ബാക്കപ്പ് ആയിട്ടുള്ള ആൾക്കാർ വളരെ കുറവാണെന്നുള്ളതാണ്. കാരണം ഇവരൊക്കെ നാട് വിടുകയാണെന്നുള്ളതാണ്. കാരണം ഈ ഒരു വാർ സ്ട്രാറ്റജിയിൽ പോയിട്ട് പങ്കെടുത്തുകൊണ്ട് ജീവൻ നഷ്ടപ്പെടാൻ പേടിച്ചിട്ട് പോകുന്നതാണ്. അങ്ങനത്തെ അവസ്ഥകളൊക്കെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അടുത്തതായിട്ട് ആദ്യമായിട്ട് കീവ് എന്ന് പറഞ്ഞാൽ ഉക്രൈന്റെ തലസ്ഥാനം. ഈ കീവ് നഗരത്തിൽ നിന്നും USA അവരുടെ എംബസി ക്ലോസ് ചെയ്തിരിക്കുകയാണ്, ഷട്ട് ഡൗൺ ചെയ്തിരിക്കുകയാണ്. അത് ശരിക്കും പറഞ്ഞാൽ USA ഇടയ്ക്ക് ഒരു പെർമിഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ഉക്രൈന്. നിങ്ങൾക്ക് USAയുടെ ലോങ് റേഞ്ച് മിസൈൽ റഷ്യക്കെതിരെ ഉപയോഗിക്കാം എന്നുള്ള പെർമിഷൻ. ഇത്രയും നാൾ അവർ പെർമിഷനിലായിരുന്നു. അപ്പൊ അത് വന്നതോടുകൂടിയാണ് പിന്നെ പുടിൻ കുറച്ചുകൂടെ അഗ്രസീവായിട്ട് ന്യൂക്ലിയർ വെപ്പൺ ഉപയോഗിക്കും എന്നുള്ള രീതിയിലുള്ള ത്രെട്ട് എടുത്തത്. പക്ഷെ അത് ത്രെട്ട് മാത്രമാണ്, പുള്ളി അങ്ങനെ ഉപയോഗിക്കത്തില്ല. കാരണം ആ ലാൻഡ് പുള്ളി ആവശ്യപ്പെടുന്നുണ്ട്. അത് ഉക്രൈനെ കൂട്ടിച്ചേർക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഈ ഒരു വാർ നടത്തുന്നത്. പിന്നെ ഇതിന്റെ എയിം തന്നെ നാറ്റോ സംഘത്തിൽ ഉക്രൈൻ ജോയിൻ ചെയ്യാതിരിക്കുക എന്നുള്ളതാണല്ലോ. ഡിഫൻസ് മെക്കാനിസം ആണല്ലോ അവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ആ ലാൻഡ് നശിപ്പിച്ചുകൊണ്ട് ഇപ്പൊ നമ്മളൊരു ആറ്റം ബോംബൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ ആ ലാൻഡൊക്കെ പിന്നെ വർഷക്കണക്കിന് അത് യൂസ്ലെസ് ആയിട്ട് പോകുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ അതുകൊണ്ട് ആ രീതിയിലൊന്നും കാര്യങ്ങളൊന്നും ചെയ്യത്തില്ല. കാരണം ഉക്രൈൻ എന്ന് പറഞ്ഞാൽ അത്രമാത്രം മാസീവ് ആയിട്ടുള്ള ഫുഡ് പ്രൊഡക്ഷൻ ചെയ്യുന്ന ഒരു രാജ്യമാണ്. അവിടുത്തെ ഗോതമ്പ് കയറ്റുമതിയൊക്കെ ഏറ്റവും കൂടുതൽ അവിടെ നടക്കുന്ന ഒരു രാജ്യമാണ് ഉക്രൈൻ എന്ന് പറയുന്നത്. പിന്നെ ഒരുപാട് നമ്മുടെ ഇന്ത്യൻ സ്റ്റുഡൻസ് ഒക്കെ പഠിച്ചുകൊണ്ടിരുന്ന ഒരു രാജ്യമാണ് ഉക്രൈൻ എന്നുള്ളത്. ഒരുപാട് MBBS സ്റ്റുഡൻസ് ഒക്കെ അവിടെ നിന്ന് പഠിച്ചിറങ്ങിയ ആൾക്കാരൊക്കെ പിന്നെ നമ്മുടെ നാട്ടിലുണ്ടെന്നുള്ളതാണ്. അപ്പൊ ആ രീതിയിൽ ഇരുന്ന ഒരു രാജ്യമാണ് ഇപ്പൊ ഇങ്ങനെ വാറിലൂടെ കിടന്ന് എഴയുന്നത്. അപ്പൊ ഈ ഒരു രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ജർമ്മനി പിന്നെ റഷ്യക്കെതിരെ ഒരു ത്രെട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് ഫിൻലാൻഡിനും ജർമ്മനിക്കും ഇടയിൽ ഇന്റർനെറ്റ് കേബിൾ ഉണ്ട്. അത് ഒരു കടൽ മാർഗം കിടക്കുന്ന ഒരു കേബിളാണ്. ആ കേബിള് കട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്, അതിന്റെ കണക്ഷൻ ഇന്ററപ്റ്റ് ആയിട്ടുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിന്റെ ക്ലെയിം ശരിക്കും പറഞ്ഞാൽ അതിന് റഷ്യയാണ് പോയിന്റ് ഔട്ട് ചെയ്യുന്നത്. റഷ്യ ഒരു പക്ഷേ ഇത് കട്ട് ചെയ്തിട്ടുണ്ടാവാം എന്നുള്ള നിലയിലുള്ള ഒരു ആരോപണം അവർ ഉന്നയിക്കുന്നുണ്ട്. പക്ഷെ ഇത് കൺഫേം ആയിട്ടുള്ള ജർമ്മനിയുടെ സൈഡിൽ നിന്ന് കൺഫേം ആയിട്ട് റഷ്യയാണ് എന്ന് പറഞ്ഞിട്ടില്ല. റഷ്യയെ സംശയിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ആ രീതിയിൽ പറഞ്ഞ സ്ഥിതിക്ക് പിന്നെ അതിന്റെ കൂടെ ജർമ്മനി ഗെറ്റ് റെഡി ഫോർ ദ വാർ എന്നും കൂടെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവർ ആർക്കെതിരെയാണ് എന്തിനെതിരെയാണെന്നൊന്നും പറഞ്ഞിട്ടില്ല. ജർമ്മനി ഇപ്പൊ കുറച്ച് പിന്നെ പരിങ്ങിയ എക്കണോമിക് അവസ്ഥയിലാണ് പോകുന്നത്. അപ്പൊ അവിടുത്തെ പൊളിറ്റിക്കൽ റെജിമിന്റെ ഒരു ടാക്ടിക്സ് ആണോ ഈ ഗെറ്റ് റെഡി ഫോർ ദ വാർ എന്ന് ഒരു നാഷണാലിറ്റി പിന്നെ ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കുറച്ച് സപ്പോർട്ട് നാഷണലിസ്റ്റ് സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഏർപ്പാടാണോ എന്നുള്ളത് നമുക്കറിയത്തില്ല. കാരണം ജർമ്മനിയൊക്കെ ഇനി ഒരു വാറിൽ പോയി ഇടപെടുമെന്ന് എനിക്ക് ഒരിക്കലും തോന്നുന്നില്ല. കാരണം ജർമ്മനിയിലെ ആൾക്കാരുടെ ഒരു പ്രകൃതം എന്ന് പറഞ്ഞാൽ വളരെ സമാധാനമായിട്ട് കഴിഞ്ഞു പോകുന്ന ഒരു ഏർപ്പാടാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പൊ അവിടെ അത് ശരിക്കും പറഞ്ഞാൽ അവിടെ ജർമ്മനിൽ ഈ ഒരു അഭയാർത്ഥികളായിട്ട് പോയ കമ്മ്യൂണിറ്റീസിനെ തന്നെ നേരിടാൻ ഒരു വല്ലാത്ത ബുദ്ധിമുട്ടാണ് അവർ അനുഭവിക്കുന്നത്. UK പോലീസ് ആയിക്കോട്ടെ, ജർമ്മനിയിലായിക്കോട്ടെ, ഇവരൊക്കെ മിലിറ്ററിയും പിന്നെ ഇവരുടെ മിലിറ്ററി ആയിക്കോട്ടെ, ഇവരുടെ ജനറൽ പോലീസ് ആയിക്കോട്ടെ വളരെ വീക്കാണ്. അതൊക്കെ നമുക്ക് പറയാതിരിക്കാൻ വയ്യ. ഒരു കാലത്ത് അവരൊക്കെ ചെയ്തിരുന്നു, ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ല എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും ഇതാണ് റഷ്യയും ഉക്രൈനും തമ്മിലുള്ള അപ്ഡേറ്റ്സ്. അപ്പം ഇതിന്റെ അടുത്ത ഡെവലപ്മെന്റ്സ് വരുന്ന മുറയ്ക്ക് വീഡിയോ ഇടുന്നതായിരിക്കും. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്തൊരു വിഷയമായിട്ട് വരാം. താങ്ക് യു സോ മച്ച്.